എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് അധ്യാത്മരാമായണം അരണ്യകാണ്ഡത്തിലെ നവമവും ദശമവുമായ സർഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. നവമസർഗം കബന്ധമോക്ഷം, ദശമസർഗം ശബരി സന്ദർശനം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുടക്കം കൂടാതെ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അരണ്യകാണ്ഡം നവമസർഗം കബന്ധ മോക്ഷം. ശ്രീമഹാദേവ ഉവാച തതോ രാമോ ലക്ഷ്മണേന ജഗാമ വിപിനാന്തരം പുനർദുഃഖം സമാശ്രിത്യ സീതാന്വേഷണ തത്പരഃ. മഹാദേവൻ പറഞ്ഞു, സീതാന്വേഷണ തൽപരനായ ശ്രീരാമൻ ദുഃഖത്തോടുകൂടി ലക്ഷ്മണനോടൊപ്പം വേറൊരു വനത്തിലേക്ക് പോയി. തത്രാത്ഭുതസമാകാരോ രാക്ഷസ പ്രത്യദൃശ്യത വക്ഷസ്യേവ മഹാവക്ത്ര ചക്ഷുരാദിവിവർജിതഃ ബാഹുയോജനമാത്രേണ വ്യാപൃതൗ തസ്യ രാക്ഷസ കബന്ധോ നാമ ദൈത്യേന്ദ്ര സർവസത്വവിഹിംസകഃ തദ്ബാഹോർമധ്യദേശേ തൗ ചരന്തൗ രാമലക്ഷ്മണൗ ദദർശ ദുർമഹാസത്വം തദ്ബാഹു പരിവേഷ്ടിതൗ. അവിടെ അത്ഭുതകരനായ ഒരു നിശാചരനെ കണ്ടു. വക്ഷസിൽ തന്നെ വലിയ വദനമുള്ളവനും മിഴി മുതലായവ ഇല്ലാത്തവനും അത്ഭുതാകാരനുമായ ഒരാൾ. ആ രാക്ഷസന്റെ കൈകൾ യോജനയോളമാണ് വ്യാപിച്ചിരിക്കുന്നത്. കബന്ധൻ എന്നു പേരായ രാക്ഷസാധിപൻ സകല ജീവികളെയും കൊന്നുപോന്നു. അവന്റെ കൈകൾക്കിടയിലൂടെ രാമലക്ഷ്മണന്മാർ വലയിതരായപ്പോഴാണ് ആ ഭീകരസത്വത്തെ കണ്ടത്. രാമ പ്രവാച വികസൻ പശ്യ ലക്ഷ്മണ രാക്ഷസം ശിരപാദവിഹീനോയം യസ്യ വക്ഷസി ജാനനം. രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, ഈ രാക്ഷസനെ നോക്കൂ, ഇവന് തലയും കാലുമില്ല, ഇവന്റെ മാറിലാണ് മുഖം. ബാഹുഭ്യാം ലഭ്യതേ യദ്യത് തത്തദ് ഭക്ഷൺ സ്ഥിതോ ധ്രുവം ആവാമപ്യേതയോർബാഹോർമധ്യേ സങ്കലിതൗ ധ്രുവം. കൈകളിൽ എന്ത് കിട്ടുമോ അതാണ് അവൻ കഴിക്കുന്നത്. തീർച്ച നമ്മൾ ഇരുവരും ഈ കരങ്ങൾക്കിടയിൽ പാടെ കുടുങ്ങിയിരിക്കുന്നു. ഗന്ധുമന്യത്ര മാർഗോ ന ദൃശ്യതേ രഘുനന്ദന കിം കർത്തവ്യമിതോസ്മാഭിർ ഇദാനീം ഭക്ഷയേൽസനൗ. ലക്ഷ്മണ, മറ്റെങ്ങും പോകാനും വഴി കാണുന്നില്ല. ഇനി നാം എന്താണ് ചെയ്യുക? ഇവൻ ഇപ്പൊ തന്നെ നമ്മളെ തിന്നും. ലക്ഷ്മണസ്തൗവാചേദം കിം വിചാരേണ രാഘവ ആവാം ഏകൈകമവ്യഗ്രൗ ചിദ്ധ്യവസ്യ ഭുജം ധ്രുവം. ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, രാഘവ, എന്തിനാണ് ഇത്ര വിചാരം? പരിഭ്രമമില്ലാതെ നമുക്ക് ഇവന്റെ കൈകൾ ഒന്നൊന്നായി തീർത്തും വെട്ടിക്കളയാം. തദേതി രാമഖഡ്ഗേന ഭുജം ദക്ഷിണമച്ചിനത് തഥൈവ ലക്ഷ്മണോ വാമം ചിച്ഛേദ ഭുജം അഞ്ചസ. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് രാമൻ വലത് കൈവെട്ടി. അപ്പോൾ തന്നെ ലക്ഷ്മണൻ ഇടത് കൈയും മുറിച്ചു. തതോ അതിവിസ്മിതോ ദൈത്യാകൗ യുവാം സുരപുങ്കവൗ മദ്ബാഹുച്ഛേദകൗ ലോകേ ദിവിദേവേഷു വാകുത. അതിവിസ്മിതനായ രാക്ഷസൻ അപ്പോൾ ചോദിച്ചു, സുരവരന്മാരായ നിങ്ങൾ ആരാണ്? ഭൂമിയിലോ ആകാശത്തിലോ ദേവന്മാരിലോ എൻ്റെ കൈവെട്ടാൻ കഴിവുള്ളവർ എവിടെയാണുള്ളത്? തതോ അബ്രവീദസന്നേവ രാമോ രാജീവലോചനഃ അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ രാമോഹം തസ്യ പുത്രോസൗ ഭ്രാതാമേ ലക്ഷ്മണസുധി മമ ഭാര്യാ ജനകജ സീതാ ത്രൈലോക്യസുന്ദരീ ആവാം മൃഗയായാദൗ തദാ കേനാഭിരാക്ഷസ നീതാം സീതാം വിജിന്വന്തൗ ച ആഗതൗ ഘോരകാനനേ. രാമൻ പറഞ്ഞു,
അയോധ്യാധിപതിയായ രാജാ ദശരഥൻ്റെ മകനായ രാമനാണ് ഞാൻ. ഇത് എൻ്റെ ഇളയ സഹോദരൻ ലക്ഷ്മണൻ. ജനകപുത്രിയായ സീതയാണ് എൻ്റെ ഭാര്യ. ഞങ്ങൾ വേട്ടയ്ക്ക് പോയപ്പോൾ ഏതോ ഒരു രാക്ഷസൻ സീതയെ ആ കൊടുങ്കാട്ടിൽ വന്ന് അപഹരിച്ചു. ബാഹുഭ്യാം വേഷ്ടിതാവത്ര തവ പ്രാണരിരക്ഷയാ ഛിന്നൗ തൗ ഭുജൗ ത്വം ച കോവാ വികടരൂപദൃഗ. ഇവിടെ നിന്റെ കൈകളാൽ ചുറ്റപ്പെട്ടപ്പോൾ പ്രാണരക്ഷ ആഗ്രഹിച്ച് നിന്റെ കൈകൾ ഞങ്ങൾ വെട്ടിയതാണ്. വികൃത രൂപിയായ നീ ആരാണ്? കബന്ധ ഉവാച ധന്യോഹം യതിരാമസ്ത്വമാഗതോസി മമാന്തികം പുരാ ഗന്ധർവരാജോഹം രൂപയൗവനദർപ്പിതഃ വിചരൻ ലോകമഖിലം വരനാരീ മനോഹര തപസാ ബ്രഹ്മണോ ലബ്ധം അവധ്യത്വം രഘൂത്തമ. അങ്ങ് രാമനാണെങ്കിൽ ഞാൻ ധന്യനായി. പൂർവജന്മത്തിൽ ഞാൻ ഗന്ധർവരാജാവായിരുന്നു. രൂപത്തിലും യൗവനത്തിലും അഹങ്കരിച്ച് സുന്ദരിമാരുടെ മനം കവർന്നുകൊണ്ട് ലോകമെല്ലാം ഞാൻ ചുറ്റി. തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരവും നേടി, അമരത്വവും നേടി. അഷ്ടാവക്രമുനിം ദൃഷ്ട്വാ കദാചിത്തഹസം പുരാ ക്രുദ്ധോ അസാവാഹദൃഷ്ടത്വം രാക്ഷസോ ഭവദുർമദേ. അഷ്ടാവക്രപുനഃപ്രാഹ വന്ദിതോ മേധയാ പരഃ ശാപസ്യാന്തം ച മേ പ്രാഹ തപസാ ദ്യോതിതപ്രഭ. ത്രേതായുഗേ ദാശരഥിർഭൂത്വാ നാരായണ സ്വയം ആഗമിഷ്യേതി തേ ബാഹുചിത്യേതേ യോജനായതോ തേന ശാപാദ്വിനിർമുക്തോ ഭവിഷ്യസി യഥാ പുരാ ഇതി ശപ്തോഹമദ്രാക്ഷം രാക്ഷസീം തനുമാത്മനഃ. പണ്ടൊരിക്കൽ അഷ്ടാവക്രമുനിയെ കണ്ട് ഞാൻ ചിരിച്ചുപോയി. കോപം കൊണ്ട് അദ്ദേഹനെ ശപിച്ചു. ദുർബുദ്ധിയും ദുഷ്ടനുമായി നീ രാക്ഷസനാകട്ടെ എന്നാണ് ശപിച്ചത്. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വണങ്ങി. ദയാപരനായ അദ്ദേഹം എനിക്ക് ശാപത്തിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി രാമൻ, സാക്ഷാൽ നാരായണൻ തന്നെ രാമൻ്റെ രൂപത്തിൽ വരും. അന്ന് നിന്റെ കൈകൾ മുറിക്കപ്പെടും. അതോടെ ശാപമോചനവും നേടി നീ മുന്നെപ്പോലെ തന്നെയാകും. ഇപ്രകാരം ശപിക്കപ്പെട്ട ഞാൻ സ്വദേഹം രാക്ഷസീയമാകുന്നത് കണ്ടു. കദാചിത് ദേവരാജാനം അഭ്യാദ്രവമഹം മൃഷ സോപി വജ്രേണ മാം രാമ ശിരോദേശേ അഭ്യതാടയത്. തദാ ശിരോഗതം കുക്ഷിം പാദൗജ രഘുനന്ദന ബ്രഹ്മദത്തവരാൽ മൃത്യുർ നാഭൂന്മേ വജ്രതാടനാത്. അല്ലയോ രാമ, ഒരിക്കൽ ഞാൻ കോപത്തോടെ ഇന്ദ്രന്റെ പിറകെ ഓടി. അവൻ വജ്രായുധം കൊണ്ട് എൻ്റെ തലയിൽ ശക്തിയോടെ അടിച്ചു. അല്ലയോ രാഘവ, അന്നാണ് എൻ്റെ തല വയറ്റിലേക്ക് പോയത്. കാലുകളും അങ്ങനെ തന്നെ. ബ്രഹ്മാവ് തന്ന വരത്തിൻ്റെ പ്രഭാവത്താൽ വജ്രമേറ്റിട്ടും എനിക്ക് മരണം സംഭവിച്ചില്ല. മുഖാ അഭാവേ കഥം ജീവേത് അയം ഇത്യമരാധിപം ഊജു സർവേ ദയാവിഷ്ട മാം വിലോക്യാസ്യ വർജിതം. മുഖമില്ലാത്ത എന്നെ നോക്കി ദയതോന്നിയ സകലരും ഇന്ദ്രനോട് ചോദിച്ചു, മുഖമില്ലാതെ ഇവൻ എങ്ങനെ ജീവിച്ചു പോകും? അതോ മാം പ്രാഹമഖവാ ജഠരേ തേ മുഖം ഭവേത് ബാഹൂതേ യോജനായാമൗ ഭവിഷ്യത ഇതോ വ്രജ. ഇത്യുക്തോത്ര വസൻ നിത്യം ബാഹുഭ്യാം വനഗോചരാൻ ഭക്ഷയാമ്യധുനാ ബാഹു ഖണ്ഡിതൗ മേ ത്വയാ അനഘ. പിന്നെ ഇന്ദ്രൻ എൻ്റെ മുഖം വയറ്റിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൈകൾ ഒരു യോജന നീളമുള്ളതാകും, ഇവിടുന്ന് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വസിച്ചുകൊണ്ട് വന്യജീവികളെ ഭക്ഷിച്ചു പോരുകയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ കരങ്ങൾ നിന്നാൽ മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതപരം മാം ശുഭ്രാസ്യേ നിക്ഷീപാഗ്നീഢനാവൃതേ അഗ്നാദഹ്യമനോഹം ത്വയാ രഘുകുലോത്തമ പൂർവരൂപമനുപ്രാപ്യ ഭാര്യാമാർഗം വദാമി തേ. ഇത്യുക്തേ ലക്ഷ്മണേനാശു
ശുഭ്രം നിർമായ തത്രതം നിക്ഷേപ്യ പ്രാതഹത് കാഷ്ടൈസ്തോ ദേഹാൽ സമുദ്ധിതഃ കന്ദർപ്പസദൃശാകാര സർവാഭരണഭൂഷിത രാമം പ്രദക്ഷിണം കൃത്വാ സാഷ്ടാംഗം പ്രണിപത്യജ കൃതാഞ്ജലിരുവാചേതം ഭക്തിഗദ്ഗതയാഗിര. എന്നെ തീയും വിറക്കുമൊരുക്കിയ കുഴിയിൽ വെക്കണം രഘുലോത്തമ. തീയിൽ ദഹിക്കപ്പെടുമ്പോൾ എൻ്റെ പൂർവ്വരൂപം പ്രാപിച്ച് ഞാൻ അങ്ങയുടെ ഭാര്യ പോയ വഴി പറഞ്ഞു തരാം. ഇത് കേട്ട് രാമൻ ലക്ഷ്മണനെ കൊണ്ട് പെട്ടെന്ന് ഒരു കുഴി തീർപ്പിച്ച് ആ കബന്ധനെ അതിലാക്കി വിറക് കൂട്ടി ദഹിപ്പിച്ചു. പിന്നെ ആ ദേഹത്തിൽ നിന്നും മാരന് തുല്യമായ ആകാരമുള്ളവനും സർവാഭരണഭൂഷിതനുമായ ഒരു സുന്ദര പുരുഷൻ ഉയർന്നു വന്നു. രാമനെ വലം വെച്ച് സാഷ്ടാംഗം വണങ്ങിയിട്ട് ഗദ്ഗത വാക്കുകളാൽ ഇങ്ങനെ വാഴ്ത്തി. ഗന്ധർവ ഉവാച സ്തോതുമുത്സഹതേ മേദ്യമനോ രാമാതിസംഭ്രമാത് ത്വാം അനന്തമനാദ്യന്തം മനോവാചാമഗോചരം സൂക്ഷ്മം തേ രൂപമവ്യക്തം ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമിതരാത് സർവം ദൃശ്യം ജഡമനാത്മകം തത്കഥം ത്വാം വിജാനീയാത് വ്യതിരിക്തം മനഃപ്രഭോ. അല്ലയോ രാമ, ആദിയും അന്തവുമില്ലാത്തവനും അസീമനും മനസ്സിനും വാക്കുകൾക്കും അതീതനുമായ നിന്നെ സ്തുതിക്കാൻ എൻ്റെ മനസ്സ് ഉത്സാഹം കൊള്ളുകയാണ്. പ്രഭോ, നിന്റെ സ്വരൂപം അവ്യക്തവും സൂക്ഷ്മവുമാണ്. ദേഹാദികളിൽ നിന്ന് ഭിന്നമായ അത് ദൃഗ്രൂപമാണ്. മറ്റെല്ലാ ദൃശ്യവും ജഡവും ആത്മാവല്ലാത്തതുമാകുന്നു. അതിനാൽ അന്യമായ മനസ്സ് നിന്നെ എങ്ങനെയാണ് കാണുക? നിന്നെ എങ്ങനെയാണ് അറിയുക? ബുദ്ധ്യാത്മാഭാസയോരൈക്യം ജീവയിത്യഭിധീയതേ ബുദ്ധ്യാദിസാക്ഷി ബ്രഹ്മൈവ തസ്മിൻ നിർവിഷയേ അഖിലം ആരോപ്യതേ അജ്ഞാനവശാൽ നിർവികാരേ അഖിലാത്മനി ഹിരണ്യഗർഭസ്ഥേ സൂക്ഷ്മം ദേഹം സ്ഥൂലം വിരാട് സ്മൃതം ഭാവനാ വിഷയോ രാമ സൂക്ഷ്മം തേ ധ്യാതൃമംഗലം ഭൂതം ഭവ്യം ഭവിഷ്യച്ഛ യത്രേദം ദൃശ്യതേ ജഗത്. ബുദ്ധിയുടെയും ആത്മാഭാസത്തിൻ്റെയും ഐക്യമാണ് ജീവൻ എന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധിയാദിക്ക് സാക്ഷി മാത്രമത്രേ ബ്രഹ്മം. വിഷയരഹിതവും വികാരമറ്റതും സർവാത്മാവുമായ അതിൽ അജ്ഞത മൂലം എല്ലാം ആരോപിക്കപ്പെടുന്നു. നിന്റെ സൂക്ഷ്മദേഹമാണ് ഹിരണ്യഗർഭൻ. സ്ഥൂലദേഹത്തെ വിരാട് എന്ന് പറയപ്പെടുന്നു. അല്ലയോ രാമ, ധ്യാനിപ്പോർക്ക് മംഗലം പകരുന്ന നിന്റെ സൂക്ഷ്മദേഹമാകട്ടെ ഭാവനാവിഷയമാണ്. അതിൽ ഭൂതവും വർത്തമാനവും ഭവിഷ്യത്തുമായ ഈ വിശ്വം ദൃഷ്ടിഗോചരമാകുന്നു. സ്ഥൂലേ അണ്ഡകോശേ ദേഹേ തേ മഹദാധിവിരാവൃതേ സപ്തവിർ ഉത്തരഗുണൈർവൈരാജോ ധാരണാശ്രയഃ ത്വമേവ സർവകൈവല്യം ലോകാസ്തേ അവയവാ സ്മൃതാഃ പാതാളം തേ പാദമൂലം പാഷ്ണിസ്തവ മഹാതലം. വിപുലമായ 7 ആവരണം ചുറ്റിയ ബ്രഹ്മാണ്ഡമാകുന്ന നിന്റെ സ്ഥൂലദേഹത്തിൽ ധാരണയ്ക്ക് ആശ്രയമായ വിരാട് പുരുഷൻ വിളങ്ങുന്നു. സകലതിൻ്റെയും കേവലഭാവം നീ തന്നെ. ലോകങ്ങൾ നിന്റെ അവയവങ്ങളായി ഗണിക്കപ്പെടുന്നു. പാതാളം നിന്റെ ഉള്ളം കാലും മഹാതലമാണ് നിന്റെ പുറവടി. രസാതലം ദേ ഗുൽഫൗദു തലാതലം ഇതീര്യതേ ജാനുനീ സുതലം രാമ ഊരു തേ വിതലം ദധാ. രാമ, രസാതലമാണ് നിന്റെ ഞെരിയാണി. കാൽമുട്ടുകൾ തലാതലമെന്നും പറയപ്പെടുന്നു. സുതലവും വിതലവും നിന്റെ തുടകളാകുന്നു. അതലം ജമഹീ രാമ ജഗനം നാഭികം നഭ ഉരസ്ഥലം തേ ജ്യോതിംഷി ഗ്രീവാദേ മഹ ഉച്യതേ. രാമ, അതലവും ഭൂമിയുമാണ് ജഘനം. നാഭീദ്വാരം ഭുവർലോകം, നിന്റെ മാറിടം ജ്യോതിർലോകവും മഹർലോകം നിന്റെ കഴുത്തെന്നും
പറയപ്പെടുന്നു. വദനം ജനലോകസ്ഥേ തപസ്തേ ശങ്കദേശകം സത്യലോകോ രഘുശ്രേഷ്ഠ ശീർഷണ്യാസ്തേ സദാ പ്രഭോ. അല്ലയോ രഘുനായക, ജനലോകമാകട്ടെ നിന്റെ വദനമാണ്, തപോലോകം നിന്റെ നെറ്റിയിലും സത്യലോകം സദാ ഉച്ചിയിലുമിരിക്കുന്നു. ഇന്ദ്രാദയോ ലോകപാല ബാഹവസ്തേ ദിശശ്രുതി അശ്വിനോ നാസികേ രാമ വക്രം തേ അഗ്നിരുദാഹൃത. ഇന്ദ്രാദികളായ ലോകപാലന്മാർ രാമ നിന്റെ ബാഹുക്കളാണ്, ദിക്കുകൾ ചെവികളും അശ്വിനീദേവുകൾ നാസാപുടങ്ങളും അഗ്നി നിന്റെ വക്രമായും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചക്ഷുസ്തേ സവിതാ രാമ മനഃചന്ദ്ര ഉദാഹൃത ഭ്രൂഭംഗയേവ കാലസ്തേ ബുദ്ധിസ്തേ വാക്പതിർഭവേത്. സൂര്യൻ നിന്റെ കണ്ണായും ചന്ദ്രൻ മനസ്സെന്നും ഉദാഹരിക്കപ്പെടുന്നു. ഭ്രൂഭംഗം തന്നെ കാലം. അല്ലയോ രാമ, ബൃഹസ്പതിയാണ് നിന്റെ ബുദ്ധി. രുദ്രോ അഹങ്കാരൂപസ്തേ വാചഛന്ദാംസിതേ അവ്യയ യമസ്തേ ദംഷ്ടദേശസ്ഥോ നക്ഷത്രാണി ദ്വിജാലയ. നിന്റെ അഹങ്കാര രൂപമാണ് രുദ്രൻ. അവ്യയ വേദങ്ങളാകട്ടെ നിന്റെ വാക്കുകളും, യമനാകട്ടെ നിന്റെ ദംഷ്ട്രവും, നക്ഷത്രങ്ങളെല്ലാം നിന്റെ പല്ലുകളുമാണ്. ഹാസോ മോഹകരീമായ സൃഷ്ടിസ്ഥേ അപാംഗമോക്ഷണം ധർമ്മപുരസ്ഥേ അധർമ്മശ്ച പൃഷ്ടമാർഗ ഉദീരിത. ശരിയാണ്, മോഹിനിയായ മായ നിന്റെ കടാക്ഷ വിക്ഷേപത്തെ സൃഷ്ടിയെന്നും നിന്റെ മുൻഭാഗം ധർമ്മമെന്നും പിൻഭാഗം അധർമ്മമെന്നും അറിയപ്പെടുന്നു. നിമേഷോന്മേഷേണ രാത്രിർവാജൈവ രഘൂത്തമാ സമുദ്രാ സപ്തതേ കുക്ഷിർ നാഢ്യോ നദ്യസ്തവ പ്രഭോ. നിന്റെ മിഴി അടയ്ക്കലും തുറക്കലുമാണ് രാഘവ രാവും പകലും. വിഭോ, സപ്തസമുദ്രങ്ങളാകട്ടെ നിന്റെ ഉദരവും പുഴകൾ നിനക്ക് നാഡികളുമാകുന്നു. രോമാണി വൃക്ഷൗഷധയോ രേതോ വൃഷ്ടിസ്തവ പ്രഭോ മഹിമാജ്ഞാനശസ്തിസ്തേ ഏവം സ്ഥൂലം ബഭുസ്തവ പ്രഭോ. മരങ്ങളും ഔഷധികളും നിന്റെ രോമരാജികളും, മഴയാകട്ടെ നിന്റെ വീര്യവും, നിന്റെ ജ്ഞാനശക്തി എന്നത് മഹിമയും ഇவ்விധമാണ് നിന്റെ സ്ഥൂല ശരീരം. യദസ്മിൻ സ്ഥൂലരൂപേ തേ മനസ്സന്ധാര്യതേ നരൈഹി അനായാസേന മുക്തി സ്യാത് അന്യതന്നഹി കിഞ്ചന. നിന്റെ ഈ സ്ഥൂലരൂപത്തിൽ മനുഷ്യർ മനസ്സുറപ്പിക്കുന്നു, അതുവഴി അനായാസം മുക്തി ലഭിക്കുകയും ചെയ്യും. ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ല തന്നെ. അതോഹം രാമരൂപം തേ സ്ഥൂലം ഏവാനുഭാവയേ യസ്മിൻ ധ്യാതേ പ്രേമരസ സരോമ പുളകോ ഭവേത്. ആകയാൽ ഞാൻ രാമ നിന്റെ സ്ഥൂലരൂപത്തെ മാത്രമേ ധ്യാനിക്കൂ. അത് ധ്യാനിച്ചാൽ പുളകപ്രദമായ പ്രേമരസം അനുഭവിക്കാൻ സാധിക്കും. തദൈവ മുക്തി സ്യാദ രാമ യദാദേ സ്ഥൂലഭാവഗഃ തദപ്യാസ്താം തദൈവാഹം ഏതദ്രൂപം വിചിന്തയേ. രാമ, എപ്പോൾ നിന്റെ സ്ഥൂലരൂപം ധ്യാനിക്കുന്നുവോ അപ്പോൾ തന്നെ അവൻ മുക്തനാകുന്നു. അതിരിക്കട്ടെ, നിന്റെ ഈ രൂപം മാത്രമേ ഞാൻ ധ്യാനിക്കൂ. ധനുർബാണതരം ശ്യാമം ജടാവൽക്കലഭൂഷിതം അപീച്യ വയസം സീതാം വിചിന്നന്തം സലക്ഷ്മണം ഇതമേവ സദാ മേ സ്യാൻ മനസേ രഘുനന്ദന സർവജ്ഞ ശങ്കര സാക്ഷാത് പാർവത്യാ സഹിത സദാ ത്വദ്രൂപമേവം സതതം ധ്യായന്നാസ്തേ രഘൂത്തമ മുമുക്ഷൂണാം സദാകാശ്യാം താരകം ബ്രഹ്മവാചകം രാമ രാമേത്യുപദിശൻ സദാ സന്തുഷ്ടമാനസഃ അധസ്ത്വം ജാനകീനാഥ പരമാത്മാ സുനിശ്ചിതഃ. ജടാവൽക്കലങ്ങളാൽ ഭൂഷിതവും വില്ലും അമ്പും ഏന്തിയതും മനോഹരമായ പ്രായത്തിലുള്ളതും ലക്ഷ്മണസമേതവും സീതയെ തേടുന്നതുമായി ശ്യാമരൂപം തന്നെ രഘുനന്ദന എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. അല്ലയോ ഭഗവാനെ,
സർവജ്ഞനായ സാക്ഷാൽ ശ്രീ ശങ്കരൻ പാർവതിയോടൊത്ത് എന്നേരവും നിന്റെ ഈ രൂപം തന്നെയാണല്ലോ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലയോ രഘൂത്തമ, കാശിയിൽ മരണോന്മുഖർക്ക് ബ്രഹ്മവാചകമായ രാമ രാമ എന്ന താരകമന്ത്രം ഉപദേശിച്ചുകൊണ്ട് പ്രസന്നചിത്തനായി കഴിയുന്നു സീതാപതേ. അതിനാൽ നീ പരമാത്മാവെന്ന് സുനിശ്ചിതം. സർവേ തേ മായയാ മൂഢാസ്ത്വാം ന ജാനന്തി തത്വതഃ. നമസ്തേ രാമഭദ്രായ വേധസേ പരമാത്മനേ. സകലരും നിന്റെ മായയാൽ മോഹിതരാണ്. നിന്നെ അവർ ശരിക്കറിയുന്നില്ല. പരമാത്മാവും സൃഷ്ടാവും രാമഭദ്രനുമായ നിനക്ക് എൻ്റെ നമസ്കാരം. അയോധ്യാധിപതേ തുഭ്യം നമഃ സൗമിത്രിസേവിത. ത്രാഹി ത്രാഹി ജഗന്നാഥ മാം മായാനാവൃണോതു തേ. അയോധ്യാധിപതിയും ലക്ഷ്മണ സേവിതനുമായ നിനക്ക് നമസ്കാരം. അല്ലയോ ജഗന്നാഥ, എന്നെ രക്ഷിച്ചാലും നിന്റെ മായ എന്നെ വലയ്ക്കരുതേ. ശ്രീരാമ ഉവാച തുഷ്ടോകം ദേവഗന്ധർവ ഭക്ത്യാ സ്തുത്യാജതേ അനഘ. യാഹി മേ പരമം സ്ഥാനം യോഗിഗമ്യം സനാതനം. ജ്ഞാനിയായ ഗന്ധർവ, നിന്റെ ഭക്തിയാലും സ്തുതിയാലും ഞാൻ സന്തോഷിച്ചിരിക്കും. യോഗികൾ തേടുന്ന സനാതനമായ എൻ്റെ പരമപദത്തെ നീ പ്രാപിച്ചാലും. ജപന്തിയേ നിത്യം അനന്യബുദ്ധ്യാ ഭക്ത്യാ തുദുക്തം സ്തവമാഗമോക്തം. തേ ജ്ഞാനസംഭൂതഭവം വിഹായ മാം യാന്തി നിത്യാനുഭവാനുമേയം. അങ്ങ് ചൊല്ലിയ വേദാനുസാരിയായ സ്തോത്രം അന്യചിന്തയന്യെ ഭക്തിപൂർവ്വം ആരാണോ എന്നും ജപിക്കുന്നത് അവർ അജ്ഞാനജനിതമായ സംസാരത്തെ വിട്ട് നിശ്ചയമായും എന്നെ പ്രാപിക്കുന്നു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാഹേശ്വര സംവാദേ അരണ്യകാണ്ഡ്യേ നവമസർഗഃ. അധ ദശമസർഗഃ. ശബരീ സന്ദർശനം. ശ്രീമഹാദേവ ഉവാച ലബ്ധ്വാ പരം സഗന്ധർവ പ്രയാസ്യൻ രാമമബ്രവീത്. ശബര്യാസ്തേ പുരോഭാഗേ ആശ്രമേ രഘുനന്ദന. ഭക്ത്യാ ത്വത്പാദകമലേ ഭക്തിമാർഗവിശാരദ. താം പ്രയാഹി മഹാഭാഗ സർവം തേ കഥയിഷ്യതി. വരം നേടി യാത്രയാകുന്ന ഗന്ധർവൻ രാമനോട് പറഞ്ഞു, രാമ, നിന്റെ മുൻഭാഗത്ത് കാണുന്ന ആശ്രമത്തിൽ നിന്റെ പദാരബിന്ദത്തിൽ ഭക്തിയോടെ കഴിയുന്ന ഭക്തിമാർഗ വിശാരദയായ ശബരി എന്നൊരു ഭക്തയുണ്ട്. അവളെ നീ സമീപിച്ചാൽ എല്ലാം നിന്നോട് പറയും. ഇത്യുക്ത്വാ പ്രയയൗ സോപി വിമാനേനാർക്കവച്ഛസാ. വിഷ്ണോപദം രാമനാമസ്മരണേ ഫലമീദൃശം. ഇങ്ങനെ ചൊന്ന് അവനും സൂര്യപ്രഭയാർന്ന വിമാനമേറി വിഷ്ണുപദത്തിൽ പോകി. രാമനാമസ്മരണയുടെ ഫലം ഈ വിധമാണ്. ത്യക്ത്വാ തദ്വിപിനം ഘോരം സിംഹവ്യാഘ്രാദിദൂഷിതം ശനൈരഥാശ്രമപദം ശബര്യാ രഘുനന്ദന. സിംഹത്തിൻ്റെയും കടുവയുടെയും മറ്റും ഭീഷണിയുള്ള കൊടുങ്കാട് വിട്ട് ശബരിയുടെ ആശ്രമസ്ഥലത്തേക്ക് രാഘവൻ മെല്ലെ നടന്നു. ശബരീ രാമമാലോക്യ ലക്ഷ്മണേന സമന്വിതം ആയാന്തം ആരാധർഷേണ പ്രത്യുത്ഥായാചരേണ സാ. പതിത്വാ പദയോരഗ്രേ ഹർഷപൂർണാശ്രുലോചന സ്വഗതേനാഭിനന്ദ്യാഥ സ്വാസനേ സംന്യവേശയത്. ലക്ഷ്മണനോടൊത്ത് അരികിലെത്തിയ രാമനെ കണ്ട് ആ ശബരി സന്തോഷത്തോടെ എഴുന്നേറ്റു. പെട്ടെന്ന് കാൽക്കൽ വീണ് ആനന്ദാശ്രു തുളുമ്പുന്ന മിഴികളോടെ സ്വാഗതമോദി അഭിനന്ദിച്ചിട്ട് ശോഭനമായ ഇരിപ്പിടത്തിൽ ഇരുത്തി. രാമലക്ഷ്മണയോ സമ്യക് പാദോ പ്രക്ഷാള്യ ഭക്തിതഃ തജ്ജലേനാഭിഷിജാംഗം അദാർഘ്യാദിവിരാധൃതാം സംപൂജ്യ വിധിവത് രാമം സസൗമിത്രം സപര്യയാ. സംഗഹിതാനി ദിവ്യാനി രാമാർത്ഥം ശബരീമുദാം ഫലാന്യമൃതകൽപ്പാനി ദദൗ രാമായ ഭക്തിതഃ
പാദൗ സംപൂജ്യ കുസുമൈ സുഗന്ധൈ സ അനുലേപനൈ കൃതാതിഥ്യം രഘുശ്രേഷ്ഠം ഉപവിഷ്ടം സഹാനുജം ശബരീ ഭക്തി സമ്പന്ന സാഞ്ജലിർവാക്യം അബ്രവീത്. രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളെ ഭക്തിയോടെ നന്നായി കഴുകി ആ ജലം കൊണ്ട് ശരീരമാസകലം അഭിഷേകം ചെയ്തു. ലക്ഷ്മണസമേതനായ രാമനെ യഥാവിധി പൂജിച്ചു. രാമനു വേണ്ടി സൂക്ഷിച്ചു വച്ച അമൃതസമമായ ദിവ്യഫലങ്ങൾ സന്തോഷത്തോടും ഭക്തിയോടും കൂടി രാമന് സമർപ്പിച്ചു. സുഗന്ധലേപന സഹിതം നറുമണമുള്ള സുമങ്ങളാൽ പാദങ്ങളിൽ അർച്ചന ചെയ്തു. ഭക്തിസമ്പന്നയായ ശബരി കൈകൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറഞ്ഞു: അത്ര ആശ്രമേ രഘുശ്രേഷ്ഠ ഗുരവോ മേ മകർഷയ സ്ഥിതാ ശുശ്രൂഷണം ദേശാം കുർവതീ സമുപസ്ഥിത ബഹുവർഷസഹസ്രാണി ഗതാസ്തേ ബ്രഹ്മണപദം ഗമിഷ്യന്തോ ബ്രുവൻ മാം ത്വം അശാസ്ത്രൈവ സമാഹിതഃ. അല്ലയോ രഘുവര, ഈ ആശ്രമത്തിൽ എൻ്റെ ഗുരുക്കന്മാരായ മുനിമാർ വസിച്ചിരുന്നു. അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞാൻ അനേകായിരം വർഷം ഇവിടെ കഴിഞ്ഞുകൂടി. അവർ ബ്രഹ്മപദം പ്രാപിക്കുന്നതിനായി പോകവേ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ തപോലീനയായി കഴിയുക. രാമോ ദാശരഥിർജാതപരമാത്മാ സനാതനഃ രാക്ഷസാനാം വധാർത്ഥായ ഋഷീണാം രക്ഷണായ ച ആഗമിഷ്യതി സൈകാഗ്രധ്യാനനിഷ്ഠാ സ്ഥിരാ ഭവ ഇദാനീം ചിത്രകൂടാദ്രാവ് ആശ്രമേ വസതി പ്രഭു. രാക്ഷസരെ വധിക്കാനും ഋഷിമാരെ രക്ഷിക്കാനുമായി സനാതനായ പരമാത്മാവ് ദാശരഥിയായ രാമനായിട്ട് ജനിച്ചിട്ടുണ്ട്. ആ പ്രഭു ചിത്രകൂടാദ്രിയിലുള്ള ആശ്രമത്തിൽ വസിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നു ചേരും. ഏകാഗ്രമായ ധ്യാനനിഷ്ഠയോടെ നീ അചഞ്ചലയായി ഇരിക്കുക. യാവദാഗമനം തസ്യ താവദ് രക്ഷകളേപരം ദൃഷ്ട്വൈവ രാഘവം ദഗ്ധ്വാ ദേഹം യാസിസി തത്പരം തഥൈവാകരവം രാമാ ത്വധ്യാനൈകപരായണ പ്രതീക്ഷ്യാഗമനം ദേദ്യ സഫലം ഗുരുഭാഷിതം. അദ്ദേഹം വരുവോളം സ്വദേഹം പുലർത്തുക. രാമനെ ദർശിച്ചുകൊണ്ട് തന്നെ ദേഹം ദഹിപ്പിച്ച് പരമധാമം പ്രാപിക്കാൻ സാധിക്കും. അല്ലയോ രാമ, ഗുരുവചനം ഇന്ന് സഫലമായി. നിന്റെ വരവും കാത്ത് നിന്റെ ധ്യാനത്തിൽ മാത്രം ലയിച്ച് അങ്ങനെ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞു. തവ സന്ദർശനം രാമ ഗുരുണാമപി മേ നഹി യോഷിന്മൂഢാ പ്രമേയാത്മൻ ഹി ന ജാതി സമുദ്ഭവ തവ ദാസസ്യ ദാസാനാം ശതസംഖ്യോത്തരസ്യ വാ ദാസീത്വേനാധികാരോസ്തി കുത സാക്ഷാത് തദൈവ ഹി. അല്ലയോ പ്രഭോ, അങ്ങയുടെ ദർശനം എൻ്റെ ഗുരുക്കന്മാർക്ക് പോലും ലഭിച്ചിട്ടില്ല. അറിവിന് അഗോചരനായ അല്ലയോ ഭഗവാനെ, ഹീനജാതിയിൽ പിറന്ന ഒരു മൂഢവനിതയാണ് ഞാൻ. നിന്റെ ദാസന്റെ ദാസന്മാരുടെയോ 100 അവസാനക്കാരൻ്റെയോ പോലും ദാസിത്വത്തിന് അധികാരം എനിക്കില്ല. സാക്ഷാൽ നെന്തിരുവടിയുടെ തന്നെ ദാസിയാണ് ഞാൻ. കഥം രാമാദ്യമേ ദൃഷ്ടത്വം മനോവാഗോചര സ്തോതും ന ജാനേ ദേവേശ കിം കരോമി പ്രസീദമേ. അല്ലയോ രാമ, നീ വാക്കിനും മനസ്സിനും ഗോചരനല്ല. എങ്ങനെ എനിക്കിന്ന് നീ ദൃശ്യനായി? ദേവേശ, നിന്നെ സ്തുതിക്കാൻ എനിക്ക് അറിവില്ല. എന്താണ് ചെയ്യുക? എന്നിൽ കനിഞ്ഞാലും. ശ്രീരാമ ഉവാച പുംസ്തേ സ്ത്രീത്വേ വിശേഷോ വാ ജാതിനാമാശ്രയാദയഃ ന കാരണം മദ്ഭജനേ ഭക്തിരേവ ഹി കാരണം യജ്ഞദാന തപോഭിർവാ വേദാധ്യയനകർമ്മഭി നൈവ ദ്രഷ്ടുമകം ശക്യോ മദ്ഭക്തിവിമുഖൈ സദാ. സ്ത്രീ പുരുഷ പ്രത്യേകതയോ ജാതിവിശേഷമോ നാമമോ ആസ്പദമാക്കിയ പ്രത്യേകതകളൊന്നും എന്നെ ഭജിക്കുന്നതിന് കാരണമല്ല. ഭക്തി മാത്രമേ കാരണമാകൂ.
നിരന്തരമായ യജ്ഞദാന തപസ്സുകളാലോ വേദാധ്യയന കർമ്മങ്ങളാലോ എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. തസ്മാത് ഭാമിനി സംക്ഷേപാത് വഠ്യേഹം ഭക്തി സാധനം സദാം സംഗതിരേ പാത്ര സാധനം പ്രഥമം സ്മൃതം. അതിനാൽ അല്ലയോ സ്നേഹശീലെ, ഭക്തിക്കുള്ള ഉപാധി ചുരുക്കി ഞാൻ ഉപദേശിക്കാം. സത്സംഗം തന്നെയാണ് ഇവിടെ ആദ്യ ഉപാധിയായി കൽപ്പിക്കപ്പെടുന്നത്. ദ്വിതീയം മത് കഥാലാപ തൃതീയം മദ്ഗുണേരണം വ്യാഖ്യാതൃത്വം മദ്വചസാം ചതുർത്ഥം സാധനം ഭവേത്. എൻ്റെ കഥ പറയുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എൻ്റെ ഗുണകീർത്തനമാണ്. നാലാമത്തേത് എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കലാണ്. ആചാര്യോപാസനം ഭദ്രേ മദ്ബുദ്ധ്യാ മായയാ സദാ പഞ്ചമം പുണ്യശീലത്വം യമാദി നിയമാദിജ. അല്ലയോ ഭദ്രേ, മായമന്യേ ഈശ്വരഭാവേന നിരന്തരം ഗുരുസേവ ചെയ്യുന്നതാണ് അഞ്ചാമത്തെ കാര്യം. പുണ്യാചരണം, യമനിയമങ്ങൾ, എൻ്റെ പൂജയിൽ ഉറച്ച നിഷ്ഠ, ഇവ ആറാമത്തെ ഉപാധിയാണ് എന്നു പറയാം. സാംഗമായി എൻ്റെ മന്ത്രം ഉപാസിക്കുക എന്നുള്ളതാണ് ഏഴാമത്തേത്. മദ്ഭക്തേഷു അധികാ പൂജ സർവഭൂതേഷു മന്മതി ബാഹ്യാർത്ഥേഷു വിരാഗിത്വം ശമാദി സഹിതം തഥാ അഷ്ടമം നവമം തത്വവിചാരോ മമ ഭാമിനി. ഏവം നവവിധാ ഭക്തി സാധനം യസ്യ കസ്യ വാ സ്ത്രീയോ വാ പുരുഷസ്യാപി തിര്യഗിയോ നിഗതസ്യ വാ ഭക്തി സംജായതേ പ്രേമലക്ഷണ ശുഭലക്ഷണേ ഭക്തൗ സഞ്ജാതമാത്രായാം മത്തത്വാനുഭവസ്തദാ മമാനുഭവസിദ്ധസ്യ മുക്തിസ്തൈത്രൈവ ജന്മനി. സ്യാത് തസ്മാത് കാരണം ഭക്തിർ മോക്ഷസ്യേതി സുനിശ്ചിതം പ്രഥമം സാധനം യസ്യ ഭവേത് തസ്യ ക്രമേണ തു ഭവേൽ സർവം തതോ ഭക്തിർ മുക്തിരേവ സുനിശ്ചിതം. യസ്മാത് മത് ഭക്തിയുക്താസ്ത്വം തതോഹം ത്വാം ഉപാസ്ഥിതഃ. എൻ്റെ ഭക്തരെ സവിശേഷം പൂജിക്കുക. സകല ഭൂതങ്ങളിലും ഈശ്വരഭാവം, ബാഹ്യവസ്തുക്കളിൽ ശമാധി കലർന്ന വിരക്തി, ഇതാണ് എട്ടാമത്തേത്. അതുപോലെ ഒമ്പതാമത്തേതായ ഭഗവത് തത്വചിന്തനം, ശുഭലക്ഷണയായ സ്നേഹശീലെ നവവിധ ഭക്തി ഏതൊരുവന് ഉപാധിയായി ഉണ്ടാകുന്നോ, പെണ്ണായാലും ആണായാലും പക്ഷിമൃഗാദിയോനിയിൽ പിറന്നവനായാൽ പോലും അവനിൽ പ്രേമലക്ഷണയായ ഭക്തി ഉളവാകുന്നതാണ്. ഇപ്രകാരം ഭക്തി ഉളവാകുന്ന മാത്രയിൽ എൻ്റെ സ്വരൂപത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള എൻ്റെ അനുഭവപ്രാപ്തി ഉണ്ടായാൽ ആ ജന്മത്തിൽ തന്നെ മുക്തനായി ഭവിക്കും. അതിനാൽ മോക്ഷത്തിന് കാരണമാകുന്നത് ഭക്തി തന്നെയാണെന്ന് സുനിശ്ചിതമാണ്. ആദ്യത്തെ ഉപാധി ആർക്കുണ്ടോ അവന് ക്രമത്തിൽ മറ്റെല്ലാം കൈവരും. അതിനാൽ ഭക്തി തന്നെയാണ് മുക്തി എന്ന് തീർച്ച. നീ എന്നിൽ ഭക്തിയുള്ളവളായതിനാൽ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു. ഇതോ മദ്ദർശനാൽ മുക്തിസ്തവ നാസ്ത്യത്ര സംശയഃ യദി ജാനാസി മേ ബ്രൂഹി സീതാ കമലലോചന കുത്രാസ്തേ കേന വാ നീത പ്രിയാ മേ പ്രിയദർശന. എന്നെ ദർശിക്കിയാൽ നിനക്ക് മോക്ഷം തീർച്ചയായും കിട്ടും. നിനക്കറിയാമെങ്കിൽ എന്നോട് പറയൂ, കമലമുഖിയായ സീത എവിടെയാണ് കഴിയുന്നത്? പ്രിയദർശനയായ എൻ്റെ പ്രിയയെ ആരാണ് കൊണ്ടുപോയത്? ശബരി ഉവാച ദേവജാനാസി സർവജ്ഞ സർവം ത്വം വിശ്വഭാവന തദാ വിപൃച്ഛസേ യന്മാം ലോകാൻ അനുസൃത പ്രഭോ തദോഹം അവിദാസ്യാമി സീതാ യത്രായുധാ സ്ഥിതാ രാവണേന ഹൃദാ സീത
ലങ്കായാം വർത്തതേ അധുനാ. സർവജ്ഞ, ലോകാനുഗ്രഹകാരനായ ദേവ, നീ എല്ലാം അറിയുന്നു. എങ്കിലും പ്രഭോ, ലോകരെ അനുസരിച്ച് എന്നോട് ചോദിക്കുകയാണല്ലോ. തന്മൂലം ഇപ്പോ സീത എവിടെയാണെന്ന് ഞാൻ പറയാം. രാവണനാൽ അപഹൃതയായ സീത ഇപ്പോൾ ലങ്കയിലുണ്ട്. ഇത സമീപേ രാമാസ്തേ പമ്പാ നാമ സരോവരം ഋഷ്യമൂകഗിർനാമ തത് സമീപേ മഹാനഗ ചതുർഭിർമന്ത്രിഭിസ്സാർദ്ധം സുഗ്രീവോ വാനരാധിപ ഭയഭീത സദാ യത്ര തിഷ്ടത്യതുലവിക്രമ ബാലിനശ്ച ഭയാത് ഭ്രാതുത് അഗമ്യം ഋഷിഭേർഭയാത് ബാലിനസ്തത്ര ഗച്ഛത്വം തേന സഖ്യം ഗുരുപ്രഭോ സുഗ്രീവേണ സർവം തേ കാര്യം സമ്പാദയിഷ്യതി അഹമഗ്നിം പ്രവേക്ഷ്യാമി തവാഗ്രേ രഘുനന്ദന. അല്ലയോ രാമ, ഇതിനടുത്ത് പമ്പ എന്നു പേരായ ഒരു തടാകമുണ്ട്. അതിനരികിലാണ് ഋഷ്യമൂകം എന്ന മഹാഗിരി. അവിടെ വീരനായ വാനരാധിപൻ സുഗ്രീവൻ സഹോദരനായ ബാലിയെ പേടിച്ച് 4 മന്ത്രിമാരോടൊത്ത് കഴിഞ്ഞുകൂടുകയാണ്. മുനിയുടെ ശാപഭീതിയാൽ ആ സ്ഥലത്ത് ബാലിക്ക് കടക്കാനാവില്ല. പ്രഭു, നീ അവിടെ ചെല്ലുക, ആ സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. നിന്റെ കാര്യമെല്ലാം അവൻ നിറവേറ്റിത്തരും. രഘുനന്ദന, ഞാൻ നിന്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ അഗ്നിയിൽ പ്രവേശിക്കട്ടെ. മുഹൂർത്തം നിഷ്ഠരാജേന്ദ്ര യാവദ്ദഗ്ധ്വാ കളേബരം യസ്യാമി ഭഗവൻ രാമ തവ വിഷ്ണോ പരംപദം. രാജേന്ദ്ര, ഭഗവാനെ രാമ, തെല്ലിട നിൽക്കണേ. അപ്പോഴേക്കും ദേഹം ദയിപ്പിച്ച് ഞാൻ വിഷ്ണുവായ നിന്റെ പരമപദം പ്രാപിച്ചുകൊള്ളാം. ഇത് രാമം സമാമന്ത്ര്യ പ്രവിവേശഹുദാശനം ക്ഷണാന്നേർധൂയ സകലം അവിദ്യാകൃതബന്ധനം രാമപ്രസാദാശബരീ മോക്ഷം പ്രാപാതി ദുർലഭം. ഇങ്ങനെ രാമനോട് വിടവാങ്ങിയിട്ട് ശബരി അഗ്നിപ്രവേശം ചെയ്ത് രാമന്റെ കരുണയാൽ അവിദ്യാജനിതമായ എല്ലാ ബന്ധങ്ങളും ക്ഷണത്തിൽ ഒഴിവാക്കി പരമദുർലഭമായ മോക്ഷം നേടി. കിം ദുർലഭം ജഗന്നാഥേ ശ്രീരാമേ ഭക്തവത്സലേ പ്രസന്നേ അധമജന്മാവി ശബരീ മുക്തിമാവസഃ കിം പുനർബ്രാഹ്മണാ മുഖ്യ പുണ്യാ ശ്രീരാമചിന്തകാഃ മുക്തിം യാന്തീതി തദ്ഭക്തിർമുക്തിരേവ ന സംശയഃ. ഭക്തവത്സലനും ലോകനാഥനുമായ ശ്രീരാമൻ പ്രസാദിച്ചാൽ എന്താണ് കിട്ടാത്തത്? നീചകുലത്തിൽ ജനിച്ചെങ്കിലും ശബരി മുക്തിയാർജിച്ചു. രാമനെ ധ്യാനിക്കുന്ന പുണ്യാത്മാക്കളും മുഖ്യരുമായ ബ്രാഹ്മണർ മുക്തി നേടുന്നു എന്ന് പിന്നെ പറയണമോ? രാമഭക്തി തന്നെയാണ് മുക്തി എന്നതിൽ സംശയമില്ല. ഭക്തിർ മുക്തി വിധായിനി ഭഗവത ശ്രീരാമചന്ദ്രസ്യ ഹേ ലോകാകാമദുഃഖാംഗ്രിപത്മയുഗളം സേവധ്വമത്യുത്സുകാ നാനാജ്ഞാനവിശേഷമന്ത്രവിതതിം ത്യക്ത്വാ സുദൂരേ വൃഷം രാമം ശ്യാമതനും സ്മരാരി ഹൃദയേ ബാന്ധം ഭജധ്വം ബുധാ. അല്ലയോ മാലോകരെ, ഭഗവാൻ രാമചന്ദ്രനുള്ള ഭക്തി മുക്തിപ്രദമാണ്. ആശിക്കുന്നത് തരുന്ന ആ കാൽത്താരണ തികഞ്ഞ സ്നേഹവായ്പോടെ സേവിക്കുവൻ. വിദ്വാൻമാരെ, നാനാജ്ഞാനങ്ങളും വിശിഷ്ട മന്ത്രതന്ത്രങ്ങളും ഉടനടി ദുരക്കളഞ്ഞ് മാരാരിയുടെ മനതാരിൽ വിളങ്ങുന്ന ശ്യാമവർണ്ണനായ രാമനെ ഭജിക്കുവൻ. ഓം ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡേ ദശമസർഗഃ സമാപ്തമിദം അരണ്യകാണ്ഡം. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.